നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. 10 വർഷങ്ങൾക്ക് മുൻപ് മഞ്ജുവും ദിലീപും ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അച്ഛനായ ദിലീപിനൊപ്പം നിൽക്കാനാണ് മീനാക്ഷി ദിലീപ് തീരുമാനിച്ചത്. പിന്നീട് ഇന്ന് വരെ ദിലീപിനൊപ്പം മാത്രമേ മീനാക്ഷിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നടൻ ദിലീപിന്റെ എല്ലാമാണ് മകൾ മീനാക്ഷി. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒപ്പം നിന്നയാൾ. മീനാക്ഷിയാണ് തന്റെ ബലമെന്നൊരിക്കൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. സിനിമയിൽ എത്തിയില്ല എങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവെക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. റിലീസുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവെക്കാറുണ്ട്. മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകും. അടുത്തിടെ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു. എന്നാൽ ഇന്ന് മീനാക്ഷിക്ക് 26ാം പിറന്നാളാണ്. താരങ്ങളുടെ നിരവധി ആരാധകർ മീനാക്ഷിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആശംസ അറിയിച്ചു. മൂത്ത മകളായ മീനാക്ഷിയാണ് ദിലീപിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾ. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അച്ഛനൊപ്പം നിന്ന മകൾ. മലയാളത്തിൽ മീനാക്ഷിയെ പോലെ ചർച്ചയായ മറ്റൊരു താരപുത്രി ഇല്ല. മാതാപിതാക്കളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണം. ഡോക്ടറായി ജോലി ചെയ്യുകയാണ് മീനാക്ഷി ഇന്ന്. ജീവിതത്തിലെ സംഘർഷഭരിതമായ കാലഘട്ടത്തിലായിരുന്നു മീനാക്ഷിയുടെ പഠനം. അമ്മ മഞ്ജു വാര്യർക്കൊപ്പം മീനാക്ഷിയെ ഇന്ന് കാണാറേയില്ല. തന്റെ 36ാം വയസ്സിലാണ് മഞ്ജു വാര്യർ ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിയുന്നത്. അന്ന് മീനാക്ഷി 15 വയസ്സുള്ള കൗമാരകാരിയാണ്. പിന്നീട് ഒരിക്കലും മഞ്ജുവിനെയും മീനാക്ഷിയും ഒരുമിച്ച് കണ്ടിട്ടില്ല. 2015-ലായിരുന്നു വേർപിരിയൽ. 2018-ൽ മഞ്ജുവിന്റെ പിതാവ് മാധവൻ മരിച്ചപ്പോൾ ദിലീപും മീനാക്ഷിയും എത്തി. മഞ്ജുവിനെ കണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ ഇവർ മടങ്ങി. പിന്നീട് അമ്മയും മകളും തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. 21, 22 ആണ് മീനാക്ഷിക്ക് ജന്മം നൽകുമ്പോൾ മഞ്ജുവിന്റെ പ്രായം. ഇന്നത്തെ മീനാക്ഷിയുടെ പ്രായത്തിൽ മഞ്ജു ചെറിയ കുട്ടിയായ മീനാക്ഷിക്കൊപ്പം ദിലീപിന്റെ പത്മസരോവരം വീട്ടിൽ കഴിയുകയാണ്. 19 വയസ്സിലാണ് മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്യുന്നത്. മഞ്ജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു ഈ തീരുമാനമെന്ന് ആരാധകർ പറയാറുണ്ട്. 1.5 പതിറ്റാണ്ടോളം നീണ്ട വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുമ്പോൾ കണ്ണീരിൽ കുതിർന്ന തിരിച്ചറിവുകളല്ലാതെ ഒന്നും മഞ്ജു വാര്യരുടെ കയ്യിലുണ്ടായിരുന്നില്ല. മകൾ അച്ഛനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അതേസമയം ഇന്നത്തെ പ്രായത്തിൽ ഒരുപക്ഷെ അമ്മയെ മകൾ മനസ്സിലാക്കുന്നുണ്ടാകുമെന്നും വാദങ്ങളുണ്ട്. കൗമാരത്തിൽ അച്ഛനോട് കൂടുതൽ അടുക്കുന്ന പെൺകുട്ടികളിൽ മിക്കവരും പിൽക്കാലത്ത് പ്രായമാകുമ്പോൾ അമ്മയെ മനസ്സിലാക്കുന്നവരാണ്. ഇതാണ് മീനാക്ഷിയും മഞ്ജുവും വീണ്ടും ഒന്നിക്കാൻ സാധ്യതയുള്ളതിന് ആരാധകർ നിരത്തുന്ന വാദം. മീനാക്ഷി ഇന്നൊരു ഡോക്ടറാണ്. MBBS പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി അടുത്തിടെയാണ് ജോലിയിൽ പ്രവേശിച്ചത്. കൊച്ചിയിലാണ് മീനാക്ഷി ജോലി നോക്കുന്നത്. അവിടെ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ഭാഗമായാണ് മീനാക്ഷി പ്രവർത്തിക്കുന്നത്. MBBS മാത്രമാണ് നിലവിൽ അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്നാൽ MD കൂടി എടുക്കുകയാണെങ്കിൽ നാട്ടിൽ തന്നെ ഒരു വലിയ ക്ലിനിക്ക് തുടങ്ങിയാൽ അത് വലിയ രീതിയിൽ ഗുണമാവും എന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തിടെയാണ് സർജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് പറയുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളും മറ്റും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ആരാധകർ ദിലീപിന്റെ മകൾ എന്നതിലുപരി ഡോക്ടർ മീനാക്ഷി എന്ന് സംബോധന ചെയ്യാൻ തുടങ്ങിയത്. ഒരു ചർമ്മരോഗ വിദഗ്ധ ആയതിനാൽ തന്നെ പേരെടുത്താൽ സിനിമാ താരങ്ങളുടെ നീണ്ട നിര തന്നെ മീനാക്ഷിയുടെ പിന്നാലെ വരുമെന്നാണ് ആരാധകർ പറയുന്നത്. പല ഇൻഡസ്ട്രികളിലെയും നടീനടന്മാർ നിലവിൽ അത്തരം ചികിത്സാ രീതികളുടെ പിന്നാലെ പോകുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ബോട്ടോക്സ് അടക്കമുള്ള സൗന്ദര്യവർദ്ധക ചികിത്സാ രീതികളുടെ പിന്നാലെയാണ് പല താരങ്ങളും. മുതിർന്ന താരങ്ങൾ മുതൽ സിനിമയിൽ കൂടുതലായി സജീവമാകാൻ ആഗ്രഹിക്കുന്നവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. പിതാവും മാതാവും തമ്മിലുള്ള ബന്ധം വേർപിരിയുകയും അതിനു പിന്നാലെ പിതാവ് മറ്റൊരു ഗുരുതരമായ ആരോപണത്തിൽ ഉൾപ്പെടുകയും ഒക്കെ ചെയ്തപ്പോഴും പഠനം കൈവിടാതെ അതിൽ ശ്രദ്ധ പതിപ്പിച്ച മീനാക്ഷിയെ പ്രശംസിക്കുകയാണ് ആരാധകർ ഇപ്പോൾ. ഇക്കാലത്ത് മീനാക്ഷിയെ പോലെ ഒരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും ദിലീപിന് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ് മകളെന്നുമൊക്കെയാണ് ആരാധകർ പറയുന്നത്. അതിനിടയിലും കൂടുതൽ ആരാധകരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അമ്മയായ മഞ്ജു വാര്യരുമായി മീനാക്ഷിക്ക് യാതൊരു അടുപ്പവും ഇല്ലേ എന്നതാണ്. ഡിവോഴ്സിന് ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോഴും മകളായ മീനാക്ഷി അവർക്കൊപ്പം തന്നെയാണ് നിന്നത്. മഞ്ജുവുമായി ഇടയ്ക്ക് കാണാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്തൊന്നും മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ ഒരുമിച്ചുള്ള സന്ദർഭങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. ഇതോടെ മഞ്ജുവിനെ മകൾക്കും വേണ്ടേ എന്നാണ് ചില ആരാധകർ ചോദിക്കുന്നത്. എത്രയൊക്കെയാണെങ്കിലും സ്വന്തം മകളെ കാണാതിരിക്കാൻ മഞ്ജുവിന് സാധിക്കുമോ എന്നാണ് ചിലരുടെ സംശയം. നേരത്തെ മീനാക്ഷി ഡോക്ടറായി കൺവോക്കേഷൻ നടത്തിയ ചടങ്ങിൽ അടക്കം മഞ്ജു വാര്യരുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെ ഇരുവരും നല്ല ബന്ധത്തിലല്ല എന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 2000 മാർച്ചിലാണ് ദിലീപും മഞ്ജു വാര്യർക്കും മീനാക്ഷി ജനിച്ചത്. മലയാള സിനിമയിൽ മുന്നിൽ നിൽക്കുന്ന താരമായിരുന്നു മഞ്ജു. ആ സമയത്തായിരുന്നു ദിലീപുമായി പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. വിവാഹത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് മാറി നിന്ന മഞ്ജു തന്നെയാണ് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്.
മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം പോവുകയായിരുന്നു. മീനാക്ഷി അഭിമുഖങ്ങൾ നൽകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. ദിലീപിന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ആരാധകർ മീനാക്ഷിയെക്കുറിച്ച് അറിയാറ്. ശാന്തമായ പ്രകൃതമാണ് മീനാക്ഷിയുടേതെന്ന് ദിലീപ് പറയാറുണ്ട്. താരപുത്രി സിനിമാ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ജുവിനെ പോലെ ഡാൻസിൽ മീനാക്ഷിക്കും താല്പര്യമുണ്ട്. മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ എപ്പോഴും വൈറലാകാറുണ്ട്. മീനാക്ഷി സിനിമാ രംഗത്തേക്ക് വന്നാൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നാണ് വിവരം. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല മീനാക്ഷിയെന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി മുഖം കൊടുത്തിട്ടില്ല. മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടോ ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല. ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത്. മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട്. മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം. മീനാക്ഷി എന്റെ സുഹൃത്താണ്. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം, അല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്. മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ്. അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുണ്ട്. അതിലെല്ലാം അഭിമാനവും മാത്രം. മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെയും സന്തോഷമെന്നും പാവം മോളാണ് അവൾ, വളരെ സൈലന്റ് ആണ്. അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുൻപിലും കാണിക്കാറില്ല. അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും. എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത്. മോൾ ഒരുപാട് കാര്യങ്ങളിൽ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണെന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.